Assalamu alaikum. Hi all. How are you? I hope all are fine. So let me introduce myself. I am Devi Parvati. I am your Hindi teacher, new Hindi teacher. Okay. So today we are going to start our new chapter. ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് പഠിക്കാം അല്ലേ? അപ്പോൾ ഇത്രയും നാളും എല്ലാവരും വെക്കേഷനൊക്കെ കഴിഞ്ഞു, ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. 10th ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്ന് വെച്ചാൽ എന്താണ്? ബീർ ബഹൂട്ടി. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ബീർ ബഹൂട്ടി. ഈ ബീർ ബഹൂട്ടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് ഒരു റെഡ് വെൽവെറ്റ് മൈറ്റ് ആണ്. റെഡ് വെൽവെറ്റ് മൈറ്റ്, അതായത് ഒരു നമ്മുടെ ലേഡി ബേർഡ് എന്ന് പറയും. അത് ചെറിയ വണ്ട് പോലുള്ള, കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു ചെറിയൊരു പ്രാണിയാണ് ഈ ബീർ ബഹൂട്ടി. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ പ്രഭാത് എന്ന് പറയുന്ന പുതിയൊരു കഥാകൃത്ത് ഇവിടെ ഈ കഥ പറയുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങാം. ബാദൽ ബഹുത് ബരസ് ലിയേ थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. तो ये है पहला खंड. तो हम इसके ഇതിൻ്റെ രചനാകൃത്ത്, അതായത് കഥാകൃത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, एक हिंदी के युवा कवि है प्रभात. उनके जन्म राजस्थान के करौली ज़िले में हुआ था. कवि होने के साथ, कहानीकार होने के साथ साथ प्रभात एक कवि भी है. उनकी प्रमुख रचनाएं काशीबाई, पानी की गाड़ियों में चूसता रहा जाता रहा आदि है. और बीर बहूटी भी इनकी एक प्रमुख कहानी है. तो इस कहानी में प्रकृति की सच्चा और सुंदर चित्रण हमें मिलते हैं. हम बादल बहुत बरस लिए थे, फिर भी सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. അതായത് കഥാകൃത്ത് ഇവിടെ പറയുന്നത്, മഴ നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ട്, എന്നിട്ടും മഴമേഘങ്ങൾ ഇനിയും ആകാശത്ത് അവശേഷിക്കുന്നുണ്ട്. അതായത് ഇനിയും മഴ പെയ്യാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. അത് കൃഷിയിടങ്ങളിലെല്ലാം തന്നെ, അതിന് മുകളിലായിട്ടെല്ലാം തന്നെ വ്യാപിച്ചു കിടപ്പുണ്ട്. സാര ആകാശ് മേഘോ സെ ഭരാ ഥ. ആകാശം നിറയെ മേഘങ്ങളാൽ നിറഞ്ഞ് നിൽക്കുകയാണ്. മേഘോം കി ഛായാവോ മേ ഗീലി ഹവായേം ഇധർ ഉധർ ഘൂം രഹി ഥി. മേഘങ്ങളുടെ നിഴൽ പറ്റി നനഞ്ഞ തണുത്ത കാറ്റ് അവിടെ എവിടെയായിട്ട് കറങ്ങി നടപ്പുണ്ട്. പേടോം കെ തന്നെ അഭിബി ഗീലേ ഥേ. മൂങ്ങുഫലിയോं के हरे खेतों में पीले फूल अभी भी गीले थे. അപ്പോൾ മഴ പെയ്ത് തോർന്ന് ആ ഒരു നിമിഷത്തിൽ എവിടെയും നനവ് തന്നെയായിരിക്കും. അപ്പോൾ മരങ്ങളും അതുപോലെ മൂങ്ങുഫലിയം എന്ന് പറയുന്നത് നിലക്കടല. അതൊരു കൃഷിയിടത്തിലായിട്ട് നിലക്കടലകൾ കൃഷി ചെയ്തിട്ടുണ്ട്. മൂങ്ങുഫലിയോं के हरे खेतों में पीले फूल अभी भी गीले थे. അപ്പോൾ ഈ നിലക്കടലകളുടെ ആ കൃഷിയിടങ്ങളിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞു നിൽപ്പുണ്ട്. അതിൻ്റെ ഇലകളിലെല്ലാം വെള്ളം നനഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാഥ. കൃഷിയിടങ്ങളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ബാജ്ര എന്ന് പറയുന്നത് ചോളമാണ്. ബാജ്ര ഉഗാഥ, അത് മുളച്ചു വന്നിട്ടുണ്ട്. അതായത് മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ചെടികളൊക്കെ കിളിച്ച് തളിർത്ത് നിൽക്കുന്നതായിട്ട് കാണാം. അതായത് മഴ പെയ്ത് തണുത്ത് ഭൂമിക്ക് അടിയിലുള്ള വിത്തുകൾ മുളച്ചു വരും. അതാണ്. ബാരിഷ് കി ഹവാ മേ ഗീലെ ഖേത്തോം और बारिश की हरियाली की गंध खुली हुई थी. ബാജ്രെ കെ ലംബെ പതലെ പാത്തോ മേ പാനി കി ബൂന്ദേ മടക്കി ഹുയി ഥി. അതുപോലെ തന്നെ ഈ മുളച്ചു വന്ന ബാജ്രയുടെ ലംബെ പതലെ പാത്തോ, നേർത്ത നീളമുള്ള
പാത്തോം. പാത്തോം എന്ന് വെച്ചാൽ ലീഫ്, ഇലകൾ. അതിൻ്റെ നീളമുള്ള നേർത്ത ഇലകളിൽ വെള്ളത്തുള്ളികൾ. പാനി കി ബൂന്തേം, വെള്ളത്തുള്ളികൾ. അടക്കി ഹുയി തി, അതിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ബാരിഷ് കി ഹവ, മഴ പെയ്ത് മഴ പെയ്തതിന് ശേഷം എങ്ങും കാറ്റ് വ്യാപിച്ച്, എല്ലായിടവും കാറ്റിങ്ങനെ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടപ്പുണ്ട് എന്നാണ് ഇവിടെ കഥാകൃത്ത് പറയുന്നത്. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. यह है पहला खंड. तो दूसरा खंड की ओर चलती हूँ. उन्हें बीरबहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में बीरबहुटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीरबहुटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सड़क कर बीरबहुटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. तो ये है दूसरा खंड. രണ്ടാമത്തെ പാരഗ്രാഫിൽ കഹാനികാർ പറയുന്നത് ഉനേം ബീർബഹൂട്ടിയോം സെ മിൽനാ ഹോത്താ ഥാ. ഉനേം ബീർബഹൂട്ടിയം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു റെഡ് വെൽവെറ്റ് മൈറ്റ്. അപ്പോൾ ചുവന്ന നിറത്തിലുള്ള ഒരു പ്രാണിയാണ്. അതിനെ കാണാൻ ആരോ പോകുമായിരുന്നു. ആരായിരുന്നു അത്? നമുക്ക് നോക്കാം. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സെ കുച്ച് സമയ പെഹ്ലേ നികൽ ആതേ ഥേ. അപ്പോൾ ഇവിടെ പറയുന്നത് വേ സ്കൂൾ കെ ലിയേ ഘർ സെ കുച്ച് സമയ പെഹ്ലേ നികൽ ആതേ ഥേ. അപ്പോൾ അതെന്തായിരിക്കും? കുട്ടികൾ തന്നെയായിരിക്കും. കാരണം സ്കൂളിലേക്ക് പോകുന്നത് ആരാണ്? കുട്ടികളാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് അവർ കുറച്ചുകൂടി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. എന്തിനാണ്? ഈ ബീർബഹൂട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ട്. കസ്ബെ സെ സഡേ ഇൻ ഖേത്തോ മേ ബീർബഹൂട്ടിയാം ഖോജാ കർത്തേ തേ. കസ്ബെ മീൻസ് ഷഹർ, പട്ടണം. പട്ടണത്തിനടുത്തായിട്ട് കസ്ബെ സെ സഡേ പാസ്, അടുത്ത്. കസ്ബെ സെ സഡേ ഇൻ ഖേത്തോ മേ ബീർബഹൂട്ടിയാ ഖോജാ കർത്തേ ഥേ. പട്ടണത്തിനടുത്തായിട്ട് കുറച്ച് വയലുകളുണ്ട്. ആ വയലുകളിൽ എന്തിനെ കാണാം? ബീർബഹൂട്ടിയെ കാണാം. അപ്പോൾ ഇതിനെ കാണാനായിട്ട് ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വളരെ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ബീർബഹൂട്ടിയെ കണ്ടതിന് ശേഷമാണ് അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. सुर्ख मुलायम गदबदी बीरबहुटियाँ. तो बीरबहुटियाँ कैसी थी? सुर्ख मीन्स रेड. सुर्ख रेड, ചുമപ്പ് നിറമുള്ള. സുർഖ്. മുലായം കോമൽ. മുലായം ക്യാ ഹെ? കോമൽ, സുന്ദരമായിട്ടുള്ള. ഗദ്ബദി മൃദുലമായിട്ടുള്ള ബീർബഹൂട്ടിയ. അപ്പോൾ ബീർബഹൂട്ടിയാമിനെ ഇവിടെ കഥാകൃത്ത് പറയുന്നത് അത് ചുവപ്പ് നിറത്തിലുള്ള സുർഖ്, കോമൽ ഓർ മുലായം ഓർ ഗദ്ബദി ബീർബഹൂട്ടിയ, വളരെ കോമളമായിട്ടുള്ള മൃദുലമായിട്ടുള്ള ബീർബഹൂട്ടികളാണ് അവിടെ കാണാനായിട്ട് കുട്ടികൾ പോകുമായിരുന്നത്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. അപ്പോൾ ഈ ബീർബഹൂട്ടിയാം ഭൂമിയിൽ മണ്ണിൽ കാണപ്പെടുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഇവിടെ ഉപമ ചെയ്യുന്നത് നമ്മുടെ രക്തത്തുള്ളികളോടാണ്. അതായത് രക്തത്തുള്ളികൾ. ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം. ഖൂൻ ബ്ലഡ്. അപ്പോൾ രക്തത്തുള്ളികൾ എങ്ങനെയാണോ കാണപ്പെടുന്നത് അത്രയും മനോഹരമായിട്ട്, അല്ലെങ്കിൽ അതിനോട് സാമ്യമുണ്ട് ബീർബഹൂട്ടി എന്ന് പറയുന്ന പ്രാണിക്ക്.
उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर ढंगे होते थे. उनके बस्ते, बस्ता क्या है? बस्ता तुम सबको पता होगा. बस्ता, ബസ്ത ബാഗ്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പം എന്തായാലും അവരുടെ ചുമലിൽ എന്തുണ്ടാവും? ബാഗ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ബാഗ് എന്ത് ചെയ്യുകയാണ്? ചുമലിൽ തന്നെ തൂങ്ങി കിടക്കുകയാണ്. ഈ ചിത്രം കണ്ടാൽ അറിയാം. ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി, രണ്ട് കുട്ടികൾ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. അവർ താഴെ ഇരുന്ന് എന്തോ തിരയുകയാണ്, തറയിൽ എന്തോ തിരയുകയാണ്. അപ്പോൾ അവിടെ നോക്കി നമുക്ക് ആ റെഡ് വെൽവെറ്റ് മൈറ്റിനെ കാണാൻ പറ്റും. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ തോളിലായിട്ട് എന്ത് തൂങ്ങിക്കിടപ്പുണ്ട്? അവരുടെ ബാഗ് തൂങ്ങിക്കിടപ്പുണ്ട് അല്ലേ? वे एक दूसरे के बहुत नज़दीक रहकर, बहुत नज़दीक, नज़दीक माने പാസ്. അപ്പം അവർ രണ്ടും വളരെ അടുത്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നസ്ദീക് रहकर, बल्कि कहना चाहिए बिल्कुल सटक कर बीरबहुटियाँ खोजते थे, ബീർബഹൂട്ടിയാ ഖോജത്തെ थे. രണ്ടുപേരും അടുത്തടുത്തായി ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? ബീർബഹൂട്ടി നോക്കുകയാണ്, അതിനെ കണ്ട് ആസ്വദിക്കുകയാണ്. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. ആ മഴ പെയ്ത് തോർന്ന് നനവാർന്ന മണ്ണിൽ ഇരുന്നു കൊണ്ടാണ് അവർ എന്തിനെ കാണുന്നത്? ഈ ബീർബഹൂട്ടിയെ കാണുന്നത്. तो दूसरा पैराग्राफ एक और बार मैं पढ़ूंगी, ध्यान रखना. उन्हें बीरबहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में बीरबहुटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीरबहुटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटक कर बीरबहुटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. മനസ്സിലായല്ലോ? രണ്ട് പാരഗ്രാഫും നന്നായിട്ട് വായിക്കണം. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. बेला देखो इस बीरबहुटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना, पहली खंडी लग गई, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. तो ഇവിടെ പറയുന്നത്, बेला देखो इस बीरबहुटी का रंग तुम्हारे रिबन के जैसा लाल है. അല്ലയോ ബേല, നീ നോക്കൂ, നിന്റെ റിബണിൻ്റെ കളർ എന്താണ്? റെഡ് തന്നെ അല്ലേ? അതേ കളർ തന്നെ അല്ലേ ഈ ബീർബഹൂട്ടിക്ക്? നോക്കൂ, ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ തലമുടിയിൽ കെട്ടിയിരിക്കുന്ന റിബണിൻ്റെ അതേ നിറം തന്നെയാണ്. ആരാ പറഞ്ഞത്? സാഹിലിനെ കഹാ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? സാഹിൽ ചോദിച്ചു. ഹാ സുനാ, പെഹ്ലി ഖണ്ഡി ലഗ് ഗയി. ആ കേട്ടു, ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിനടുത്തായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്ന, കുട്ടികൾ നിൽക്കുന്ന വയൽ, കൃഷിയിടം എന്ന് പറയുന്നത്. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. പക്ഷേ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണമല്ലോ കടയിൽ പോയിട്ട്. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ സ്കൂളിൽ ബെല്ലടിച്ചിട്ടും കുട്ടികൾ അവിടെ ഈ റെഡ് വെൽവെറ്റ് മൈറ്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബീർബഹൂട്ടിയെ കണ്ട് ആസ്വദിക്കുകയാണ്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. 1981 का साल, राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा भुलेरा जंक्शन. कस्बे के लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभों के बीच खिंची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी घंटियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें. उनके पीछे चलता एक बदन उखाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. तो ये है तीसरा पैराग्राफ. इसमें कहानीकार क्या कहते हैं देखो. 1981 का साल, 1981 കാലഘട്ടത്തിൽ राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा
ഭര ഫുലേര ജംഗ്ഷൻ രാജസ്ഥാനിൽ ജയ്പൂരിനടുത്തായിട്ട് ചരക്ക് വാഹനങ്ങളാലും സവാരി ചെയ്യാനുള്ള വാഹനങ്ങളാലും ആകെ തിരക്കാർന്ന ഒരു ജംഗ്ഷൻ്റെ പേര് ഫുലേര ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് കലിയാം, ആ പ്രദേശത്ത് ആ പട്ടണത്തിൽ കുറേയേറെ തെരുവുകൾ കാണപ്പെടുന്നുണ്ട്. എന്താണ്? ശൂന്യമായ തെരുവുകളാണ്. അവിടെയെങ്ങും ഒന്നും തന്നെ പ്രത്യേകിച്ച് കാണുന്നില്ല. വലിയ തിരക്കുകളും ബഹളങ്ങളും ഒന്നും തന്നെയില്ല. गलियों में खामोश खड़े बिजली के खंभों के बीच खिंची तारों की कतारें. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് വിളക്ക് മരങ്ങൾ കാണാം. വിളക്ക് മരങ്ങൾക്കിടയ്ക്ക് വിളക്കുകൾ കാണാം. വിളക്കുകളുടെ നിരകൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी खंडियाँ बजाते फेरी वाले. അവിടെ ഇവിടങ്ങളിലായിട്ട് കച്ചവടക്കാരെ കാണാം. അതായത് ഉന്തുവണ്ടികൾ, തള്ളിക്കൊണ്ടു പോകുന്ന വണ്ടികളിൽ മണിയടിച്ച് പോകുന്ന കച്ചവടക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അവിടങ്ങളിലെ ആ തെരുവുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें. അപ്പോൾ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു തെരുവിൽ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം നമുക്ക് കേൾക്കാം. ടാപ്പോं की आवाज़ें मीन्स टापों की आवाज़ें मीन्स കുളമ്പടി ശബ്ദം കേൾക്കാം. उनके पीछे चलता एक बदन उखाड़े कुम्हार. അതിൻ്റെ പുറകിലായിട്ട് ഒരു കുംഹാർ മീൻസ് കുശവന്മാർ. അതായത് നമ്മൾ ഈ മൺകലവും ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ കുശവന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ മൺകലവും ചട്ടിയൊക്കെ ആയിട്ട് ഒരു കുശവൻ അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാം. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയേ ദോ സ്കൂളി ബച്ചെ. അപ്പോൾ ഇത്രയും ദൃശ്യങ്ങൾ ആ തെരുവുകൾ കാണാം. അതിനിടയ്ക്കായിട്ട് 2 കുട്ടികൾ നടന്നു പോകുന്നു. കോൻ ഹോഗ? ബേല ഓർ സാഹിൽ. അത് നമ്മുടെ ബേലയും സാഹിലുമാണ്. എങ്ങോട്ടാ പോകുന്നത്? उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. അപ്പോൾ ആ സമയങ്ങളിൽ 5 പൈസ കൊടുത്താൽ പേനയിൽ മഷി നിറച്ചു കൊടുക്കും. നീല നിറത്തിലുള്ള മഷി നിറച്ചു കൊടുക്കും. അപ്പോൾ ആ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് 2 കുട്ടികളും കൂടെ ഒരു സ്റ്റേഷനറി കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഡ്രോപ്പർ വെച്ചിട്ട് മഷി നിറച്ച് പെന്നിൽ മഷി ഫിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. 5 പൈസ കൊടുക്കുമ്പം അന്ന് ആ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ബോട്ടിൽ ഉണ്ടല്ലേ, വീട്ടിൽ തന്നെ നമുക്ക് മഷി നിറയ്ക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. എൻ്റെ മീനിങ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഇതിൻ്റെ ശബ്ദകോശ് കൊടുത്തിട്ടുണ്ട്, ശബ്ദഭണ്ഡാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച അർത്ഥം എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഒരു തവണ കൂടി ഞാൻ ഈ ടെക്സ്റ്റ് ഇത്രയും വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. उन्हें बीरबहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीरबहुटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीरबहुटियाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सड़क कर बीरबहुटियों का खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी बुरी ज़मीन पर बैठ जाया करते थे. बेला, देखो इस बीरबहुटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना, पहली खंडी लग गई, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभों के बीच खिंची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी खंडियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें. उनके पीछे चलता एक बदन उखाड़े खुमार.
इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल। उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी। स्टेशनरी की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. അപ്പോൾ ഇതിൻ്റെ ആശയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി सब हम दूसरे क्लास में नेक्स्ट क्लास में पढ़ेंगे. ओके.